ഇതുപോലൊരു ചാനൽ ചർച്ച അടുത്ത കാലത്തൊന്നും കണ്ടില്ല. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുകയാണ്. വിഷയം നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ സർക്കാർ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. ഈ ചർച്ചയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ജിൻഡോ ജോൺ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. CPM-നെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് K അനിൽകുമാറാണ്. എന്നാൽ ജിൻഡോ ജോൺ കനകോലുവിന്റെ സിദ്ധാന്തം ഉയർത്തിപ്പിടിച്ചിട്ടാണ് വന്നത്. കനകോലു ഇപ്പോൾ പറയുന്നത് നിങ്ങൾ നുണ പറഞ്ഞാൽ മതി, അവാസ്തവമായ കാര്യങ്ങൾ, വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, സത്യം പറയേണ്ട, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മൂലക്കിരിക്കേണ്ടി വരും. അതുകൊണ്ട് നുണ പറഞ്ഞോളൂ, അവാസ്തവമായ കാര്യങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ ധാരാളം PR വർക്കിലൂടെ പ്രചരിപ്പിച്ചോളാം. എന്നാൽ ഈ ഡയലോഗ് അക്ഷരം പ്രതി അനുസരിച്ചിട്ടാണ് VD സതീശൻ യാത്ര നടത്തുന്നത്. അതിൽ മുഴുവൻ അദ്ദേഹം പറയുന്നത് പച്ച നുണയാണ്. യഥാർത്ഥത്തിൽ ആ യാത്രയുടെ പേര് അവരിട്ടിരിക്കുന്നത് നവയുഗയാത്ര എന്നാണ്. പക്ഷേ നാട്ടുകാരിപ്പോൾ പറയുന്നത് നവ നുണയാത്ര എന്നുള്ളതാണ്. അത്രമേൽ വലിയ നുണകളാണ്, പെരും നുണകളാണ് VD സതീശൻ ആവർത്തിച്ച് പറയുന്നത്. സതീഷിന് പറയാം, കാരണം സതീഷ് മൈക്കിന് മുമ്പിലാണ് പറയുന്നത്. ആരും തിരിച്ചൊന്നും ചോദിക്കില്ല. മുന്നിലിരിക്കുന്നത് നല്ല ത്രിവർണ്ണ മൊയന്തുകളും പച്ചപ്പട അസർമാരാണ്. പക്ഷേ ചാനൽ ചർച്ചയിൽ അങ്ങനെയല്ലല്ലോ. അവിടെ ചോദിക്കാനും പറയാനും മറുപടി പറയാനൊക്കെ ആളുണ്ടാവും. ഈ ജിൻഡോ ജോണ് ചാനൽ ചർച്ചയിൽ ഇതേ രീതിയിലുള്ള കനകോലുവിന്റെ സിദ്ധാന്തം ഏറ്റെടുത്തപ്പോൾ എടുത്തിട്ട് ഭിത്തിയിൽ ഒട്ടിക്കുന്നുണ്ട് ആര്? K അനിൽകുമാർ. കൂടാതെ BJP-യുടെ പ്രതിനിധിക്കും കിട്ടി അത്യാവശ്യത്തിന്. ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കേട്ടിട്ട് വരാം. നിങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാ അനിൽകുമാറെ ഈ പൊതുഖജനാവിൽ നിന്ന് 20 കോടി രൂപ അടിച്ചു മാറ്റുന്നതിന് തുല്യമായിട്ട് വകമാറ്റി ചെലവഴിച്ച് നിങ്ങളുടെ പാർട്ടിയുടെ പ്രചരണം നടത്തുന്നത്? അടിച്ചു മാറ്റി? ആരടിച്ചു മാറ്റി? ആരടിച്ചു മാറ്റിയത്? ശബരിമലയില് കൊടിമരം ഉണ്ടാക്കി സ്വർണ്ണം അടിച്ചു മാറ്റിയ കേസ് വേറെ ഉണ്ട്, അത് വന്നിട്ടുണ്ട്, അകത്ത് പോകുവാണല്ലോ. ആരടിച്ചു മാറ്റിയത്? ഞാൻ തലയുയർത്തിരിക്കുന്നതിന് കാരണം എന്താ അറിയോ? കേരളത്തിലെ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആരാ പണം കൊടുത്തത്? ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രവർത്തകന്മാരും ഞങ്ങളുടെ പാർട്ടി അംഗങ്ങളും ഞങ്ങളുടെ കമ്മിറ്റികളും എത്ര കോടി കൊടുത്തെന്നറിയോ? ഇപ്പൊ ഈ ഏറ്റവും അവസാനം വരുന്ന ഈ വയനാടുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 100 കോടി രൂപ CPM കൊടുത്തിട്ടുണ്ട്. CPM-ന്റെ ഘടകങ്ങൾ, വർഗബഹിര സംഘടനകൾ. ഞങ്ങൾ 100 കോടിയോളം അങ്ങോട്ട് കൊടുത്തത് മാത്രമല്ല, DYFക്കാർ 20 കോടി പിരിച്ചു കൊടുത്തു. ആ ഞങ്ങളെ കുറിച്ചാണ്. സർക്കാരിന്റെ സമ്പത്ത് ദുർവ്യയം ചെയ്യുന്നു, പാർട്ടിക്കാർക്ക് വേണ്ടി അടിച്ചു മാറ്റുന്നു. ആരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വയനാട്ടിൽ കാശ് പിരിക്കാൻ വേണ്ടി സ്വന്തമായിട്ടൊരു ആപ്പ് ഉണ്ടാക്കി KPCC. ആ ആപ്പ് വിഴുങ്ങിയിട്ട് അതിപ്പോ എവിടെയാ കിടക്കണത്? KPCC പ്രസിഡന്റ് തൊണ്ടയില് പരമശിവന്റെ ആ നീല കിടക്കണ പോലെ ഒരാപ്പ് KPCC പ്രസിഡന്റ് തൊണ്ടയിൽ കിടപ്പുണ്ട്. പിന്നെ പ്രളയത്തിന് 1000 വീട് ആരുടെ തൊണ്ടല്ല ഇപ്പൊ ഇരിക്കണത്? വിഴുങ്ങിന്നോ? സഖാക്കൾ വിഴുങ്ങിന്നോ? ഒരു ചർച്ച വന്നിട്ട്, ഒരു അന്തസ്സായ ചർച്ച വന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കനകോലം എഴുതി തന്നത് ഇങ്ങോട്ട് വിളമ്പാൻ വന്നാലേ ഞങ്ങളാരും ഇരുന്ന് തരാൻ സൗകര്യപ്പെടുകയല്ല. വിഴുങ്ങിന്നോ? ഞങ്ങൾ കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്ക് കൊടുത്തവരാണ്. പിന്നെ ഞങ്ങളുടെ സഖാക്കൾക്ക് വീട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലെല്ലാം പൊതിച്ചോറ് കൊടുക്കണതേ. എവിടുന്നാണ്? ഞങ്ങളുടെ ദിവസേന സഖാക്കൾ വീടുകളിൽ പോകുന്നതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പിൽ തോക്കും, ജയിക്കും. ബീഹാറിൽ കോൺഗ്രസ് അങ്ങ് ജയിച്ചു, ഹരിയാന ജയിച്ചു, മഹാരാഷ്ട്രത്തിൽ ജയിച്ചു, ഡൽഹി ജയിച്ചു. ഇങ്ങനെ ജയിച്ചു പോയല്ലോ കോൺഗ്രസ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിന് കേരളത്തിൽ അഡ്രസ് ഉണ്ടോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തനി വർഗീയത പ്രചരിപ്പിച്ചിട്ട് SIR നടപ്പാക്കുന്ന പിണറായി വിജയനാണെന്ന് കള്ളം പ്രചരിപ്പിച്ചിട്ട് ജയിച്ചിട്ട് വന്ന് ഞങ്ങളുടെ നേരെ മേനി നടിക്കുന്ന ആ മേനിയൊന്നും വേണ്ട കേട്ടാ. അതുകൊണ്ട് ചർച്ച വരുമ്പോൾ ചർച്ചയുടെ അന്തസ്സ് പാലിക്കണം. ഞാൻ മിണ്ടായിരിക്കുന്നു ആദ്യത്തെ തവണ. അപ്പൊ എന്തെല്ലാം ഇങ്ങോട്ട് പറയണത്? ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ജിൻഡോ പറയുന്നൊരു കാര്യം എന്താണ്? പ്രോഗ്രസ് കാർഡ് വിശദീകരിക്കാനല്ല പോയത്, അത് മനസ്സിലാക്കണം. എന്തിനാ പോയത്? ആ 4 ചോദ്യം നിർത്ത് വായിക്കുക. അഭിലാഷ 4 ചോദ്യം നിർത്ത് വായിക്കുക. എന്താണ് ചോദ്യം? പ്രോഗ്രസ് കാർഡ് വിശദീകരിക്കാനാണ് പോയത്? അല്ല. ഇനി എന്തു വേണം? ഇതല്ലേ ചോദിക്കാൻ പോയത്. അത് ചോദിക്കാൻ പോകുന്നത് കുഴപ്പമാണോ? അത് പാർട്ടിക്ക് വേണ്ടിയാണോ? തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണോ? അത് ചോദിക്കാനുള്ള അവകാശം സർക്കാരിനുണ്ട്. ജനങ്ങളോട് ചോദിക്കാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത ഞങ്ങൾ നിർവഹിക്കും. ആശാ വർക്കറിന്റെ കാര്യങ്ങൾ, ശരി, പല വിഷയങ്ങളുണ്ട്. അവിടെ നിൽക്കുമ്പോഴാണ് 20 കോടി രൂപ ഇതുപോലത്തെ ഒരു സർവേ അത് നടത്തുന്നത്. ആർക്ക് വേണ്ടി? BJP-യുടെ ഒരു പ്രതി ഏതാണ്ടൊക്കെ പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞൊരു പേര് എന്താ? ആശ. അത് കൊള്ളാം. 1500 രൂപ നമ്മുടെ മണിമുറ്റത്ത് ആവണിപ്പന്തൽ പാടിക്കൊണ്ടുവന്നൊരു നേതാവുണ്ടല്ലോ ഇവർക്ക്, ഒരു കേന്ദ്രമന്ത്രി. ആശമാരോടൊത്ത് തുള്ളിക്കളിച്ചൊരു മാന്യൻ. നദ്ദെ പോയി കണ്ടിട്ട് 1500 കിട്ടി. NK പ്രേമേന്ദ്രൻ പാർലമെന്റ് ചോദ്യം. പിണറായി വിജയൻ 1500 രൂപ കൊടുത്തുവിട്ടിട്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ദുഷ്ടൻ ആശമാർക്ക് കൊടുത്തില്ല എന്ന് പ്രചരണം. ആ പരമയോഗ്യന്മാരെല്ലാം കൂടെ വന്നിട്ട് ഇപ്പോഴും ആശയെക്കുറിച്ച് പറയുന്നത് കേട്ടു. നരേന്ദ്രമോദി കൊടുത്തോ ആശയ്ക്ക്? ഇന്നത്തെ വാർത്ത എന്താണെന്നറിയോ? ആ പാവപ്പെട്ട വിധവകൾക്ക് 200 രൂപ കൊടുക്കുന്ന പണി നിർത്തി. ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് 200 കൊടുക്കുന്ന പണി മോദി നിർത്തി. അതെല്ലാം കേരളം കൊടുത്തോളാം, സംസ്ഥാനം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിന്റെ പരമയോഗ്യന്മാർ വന്നിട്ടാണ് സംസ്ഥാനം എന്താ
മുണ്ട് മുറുക്കി കൊടുക്കണം. ആര്? ശരി, മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറഞ്ഞ ആന്റണിയാണ്, പിണറായി വിജയൻ അല്ല. KP-ക്ക് അഭിലാഷിനെ കാണുമല്ലോ. മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറഞ്ഞ അഭിലാഷ് പറഞ്ഞ പിണറായി വിജയനാണോ AK ആന്റണിയാണോ? അത് AK ആന്റണിയാണ്. വളരെ പണ്ട് 2001 ആ സമയത്ത് ഉണ്ടാക്കിയത് കേന്ദ്രം. ഇല്ല. അത് തന്നെ അത് ഞങ്ങളുടെ തലയിൽ വെക്കണ്ട. ഈ സന്നദ്ധ പ്രവർത്തകർ വീട്ടിൽ കയറിയ ഉടനെ അത് അപ്ലോഡ് ചെയ്യത്തില്ല. അതാണ് ആദ്യത്തെ കണക്ക്. നമ്മൾ വീടുകളിൽ പോയിട്ട് ബുക്കിൽ ഓരോരുത്തരും രേഖാപരമായിട്ട് എഴുതിയെടുക്കും. ആ എഴുതിയെടുക്കുന്ന ആളുകളെ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യുന്നതിന്റെ പ്രോസസ്സാണ്. ആ അപ്ലോഡ് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് സമയമെടുക്കും. അതൊരു 200 പേജിന്റെ ബുക്കിൽ വീട്ടിൽ കയറി ശേഖരിച്ച വിവരങ്ങള് പിന്നീട് കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യുന്നതിന് അവരുടേതായ സമയമെടുക്കും. ശരി, അത് സമയമെടുത്തോട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ എന്താണ് പൾസ്, ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുകയാണ്. ജനങ്ങൾക്കൊരു അവസരം കൊടുത്തിരിക്കുകയാണ്. അത് സർക്കാർ ജനങ്ങളെ കേൾക്കാൻ സന്നദ്ധമാണെന്നൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതിനെ ദുരുദ്ദേശപരമായി ചിത്രീകരിച്ചിട്ട് ഇതേതാണ്ട് പാർട്ടിക്കാർക്ക് വേണ്ടിയാണ്, ഇലക്ഷന് വേണ്ടിയാണ്. ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. തുടർഭരണമില്ലെങ്കിൽ ഇന്നത്തെ കേരളം തകരും. തുടർഭരണമില്ലെങ്കിൽ ദേശീയപാത പൂർത്തിയാവുമോ? തുടർഭരണമില്ലെങ്കിൽ കിബി ഉണ്ടോ? തുടർഭരണമില്ലെങ്കിൽ കേരള ബാങ്ക് ഉണ്ടോ? തുടർഭരണമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പദ്ധതി തുടരും എന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് അപേക്ഷിക്കുന്നു. തുടർഭരണമില്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പദ്ധതി തുടരും. പറയാൻ പറ്റുമോ കോൺഗ്രസിന്? ശരി, എല്ലാം അടിച്ചു പൊളിക്കും. തുരങ്കപ്പാത വയനാട്ടിലേക്ക് കാണത്തില്ല. ശരി, മലയോര പാത കാണത്തില്ല. തീരദേശ പാത സമ്മതിക്കത്തില്ല. കോൺഗ്രസ് മത്സരിക്കുന്നത് നിലപാട്. നിങ്ങൾ പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ട്, അനിൽകുമാർ, നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്താ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അറിഞ്ഞിട്ട് 6 വർഷക്കാലം സംരക്ഷിച്ചതോ? നിങ്ങൾക്ക് ഭരണം കിട്ടിയപ്പോഴല്ലേ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ട് കള്ളം ഗോവർദ്ധനെ കയറ്റിയത്? നിങ്ങൾക്ക് ഭരണം കിട്ടിയപ്പോഴല്ലേ സോണിയാഗാന്ധി ഇങ്ങേപ്പുറ കൊണ്ട് കള്ളം പോറ്റിയെ കയറ്റിയത്? അപ്പൊ ഈ തുടർഭരണം കിട്ടുന്നത്, നിങ്ങൾക്ക് ഭരണം കിട്ടുന്നത് ഈ കാര്യത്തിനായിരിക്കുമോ? സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഈ തിരുവനന്തപുരത്തെ സി പത്മനാഭസ്വാമി ക്ഷേത്രം മൂട്ടിക്കുന്നവനെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടാക്കാനാണോ നിങ്ങൾ ഈ ഭരണം പിടിക്കാൻ നോക്കണത്? ഒരു ചർച്ച വരുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ കനകോലും ഇട്ടുതരുന്നു വെച്ചിട്ട് ചർച്ചയ്ക്ക് വരരുത്. വസ്തുതാപരമായി ചർച്ചയ്ക്ക് വരണം. അങ്ങനെ ചർച്ചയ്ക്ക് വരുമ്പോൾ എന്നോടൊരു ചോദ്യം, നിങ്ങൾ സർക്കാർ അവിടെ ഇതുവരെ എത്ര വീട് തിരിച്ചു വെച്ചു കൊടുത്തു? 1.5 കൊല്ലമായില്ലേ? ഇനി CPM എത്ര വീട് വെച്ചു കൊടുത്തു? CPM എത്ര വീട് വെച്ചു കൊടുത്തു വയനാട്ടിൽ? CPM പറഞ്ഞെന്താണ്? ഞങ്ങളുടെ പാർട്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും. ഞാൻ ജിദ്ദ ജോണിനോട് പറയുന്നു, KPCC മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കാശ് കൊടുത്തോ? ഇല്ല. ഏതെങ്കിലും DCC കൊടുത്തോ? ഇല്ല. കോൺഗ്രസിന്റെ മുഴുവൻ MLA-മാരും കൊടുത്തോ? ഇല്ല. കൊടുക്കരുതെന്ന് K. സുധാകരൻ പറഞ്ഞു. പരമാവധി പണം കൊടുക്കണമെന്ന് പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൊടുക്കണമെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞു. ഞാനടക്കം കൊടുത്തവരാ. ഞാനടക്കം ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുത്തവരാ. ഞങ്ങളുടെ എല്ലാ പാർട്ടി കമ്മിറ്റിയും വർഗ ബഹുജന സംഘടനയും. ഞാൻ കണക്ക് പറയും, 100 കോടി രൂപ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വയനാട്ടിന് കൊടുത്തു. ആ ഞങ്ങളെ കുറിച്ചാണ് കട്ടവർ, മൂട്ടിച്ചവർ എന്ന് 1 വെള്ളി രൂപ കൊടുക്കാത്ത BJP-ക്കാര്, 4 അണ കൊടുക്കാത്ത കോൺഗ്രസ്. എന്നിട്ട് ആ കോൺഗ്രസ്സുകാര് ആപ്പ് വെച്ച് പിരിച്ചിട്ട് എത്ര രൂപ ആപ്പിൽ കിട്ടി ഇന്നെങ്കിലും പറയാമോ? ഞാൻ വെല്ലുവിളിക്കാണ്. ഒരിക്കൽ അഭിലാഷാന്ന് തോന്നുന്നു കോൺഗ്രസിന്റെ പ്രതിയോട് എത്ര രൂപ കിട്ടിയെന്ന് ചോദ്യം ചോദിച്ചിട്ട് 1 കൊല്ലായി. പിന്നെ അഭിലാഷിന്റെ ഒരു ചർച്ചയിലും ആ മാന്യം വരാറില്ല. അഭിലാഷ് ആ കണക്ക് കുത്തിരി പിടിച്ച് ചോദിച്ച കേട്ടില്ലേ? KPCയുടെ ഒരു പകുതിയായിട്ട് ഇവിടെ വരുന്നൊരു മാന്യനോട് പറഞ്ഞിട്ട് പോകാം. ഒരു കണക്ക് വന്നിട്ടില്ല. 1 വെള്ളി രൂപയുടെ കണക്ക് കേരളത്തോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ അഭിലാഷ്, 1 വെള്ളി രൂപയുടെ വയനാട്ടിലെ ജനങ്ങൾ കാണിച്ച് കോൺഗ്രസ് പിരിച്ച ഒരു ആപ്പിലൂടെ പിരിച്ച 1 വെള്ളി രൂപയുടെ കണക്കും ജനങ്ങളോട് പറയാതെ ആകാശത്തിൽ എഴുതി കൂട്ടി. ആകാശത്തിൽ 300 വീട് എഴുതി കൂട്ടി. ഇത്ര ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് CPM വീട് വെച്ചോന്ന് ചോദിക്കുക. ഞങ്ങൾ വീട് വെക്കെന്ന് പറഞ്ഞിട്ടില്ല, അതിനുവേണ്ടി പണം പിരിച്ചിട്ടുമില്ല. ഞങ്ങളുടെ പാർട്ടി എന്ത് ചെയ്തു? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പാർട്ടി പണം കൊടുത്തു. ഞങ്ങളുടെ മെമ്പർമാർ പണം കൊടുത്തു. കോൺഗ്രസ് കൊടുത്തോ? കോൺഗ്രസ് ആപ്പിലേക്കെല്ലാം വാങ്ങിച്ചു. എന്നിട്ടോ മൊത്തം അത് വിഴുങ്ങിയിരിക്കുക. ഇതിന് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ എന്താ പറയുക? അയ്യോ അഴിമതി. അത് കേട്ടു. കനകോല് പറയുന്ന അഴിമതി. ഈ ഹൈക്കോടതി പോയപ്പോൾ AI ക്യാമറയുടെ കാര്യത്തിൽ സതീശന് കിട്ടിയത് ഉമ്മയാണോ അടിയാണോ? നമ്മുടെ K-ഫോണിന്റെ കാര്യത്തിൽ ചെന്നിത്തലയ്ക്ക് സതീശനോട് കിട്ടിയത് ഉമ്മയാണോ അടിയാണോ? മാസപ്പടി കേസിലെ ഈ നമ്മുടെ കുഴൽനാടന് സുപ്രീം കോടതി കിട്ടിയത് ഉമ്മയാണോ അടിയാണോ? പിന്നെ അവസാന ഒരു കേസുണ്ടല്ലോ, സ്പ്ലിങ്കർ. എന്തായിരുന്നു? അയ്യോ PPE കിറ്റ് പർച്ചേസ് ചെയ്തതിൽ 1000 കോടി, മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ 1200 കോടി. എന്താ ഇവിടെ പറഞ്ഞത്? PPE കിറ്റ് 1000 കോടി എവിടുന്ന് കിട്ടി കണക്ക്? കനകോലും എഴുതി വെച്ച കർണാടകത്തിലെ കോൺഗ്രസിന്റെ കാര്യ, അവിടുത്തെ BJP-യുടെ കാര്യമാണ് 1000 കോടി. ചൈനയിൽ നീ PPE കിറ്റുമായിട്ട് വന്നപ്പോഴേ ഒരു PPE കിറ്റിന് 2000 രൂപയായിരുന്നു. അതാണ് കനകോലുവിന്റെ കണക്ക്. അത് കർണാടകത്തിലെ കണക്കാണ്, കേരളത്തിലെ കണക്കല്ല. കേരളത്തിലെ PPE കിറ്റിലും 2000 കോടി. 1000 കോടിയെ ഏത് ഇപ്പൊ പറയാണ് ഇവിടെ? കനകോലും എഴുതി തരുന്ന ഇങ്ങനെ വിളമ്പാൻ വേണ്ടി ഈ ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾ ആദ്യം എഴുതി തരുന്ന സാധനം ഒന്ന് വായിച്ചു നോക്ക്. 1000 കോടിയുടെ PPE കിറ്റ് കേരളത്തിൽ ആകെ വാങ്ങിച്ചോ? ബഹുമാനപ്പെട്ട ജിൻഡോ ജോൺ, അങ്ങ് ഡോക്ടറല്ലേ, ബഹുമാനിക്കുന്നു അങ്ങേ.
നിങ്ങൾ ഇങ്ങനെ പറയാൻ നിന്നാലുണ്ടല്ലോ നിങ്ങൾ തന്നെ കെണിയിലാവും. പ്രളയ ഫണ്ട് തട്ടിയെടുത്തതിന്റെ പേരിൽ ജയിലിൽ പോയത് സഖാക്കന്മാരല്ലേ? പ്രളയ ഫണ്ട് സഖാക്കൾ അടിച്ചു മാറ്റി. എന്ത് കെട്ടുകഥകളാ പറയണത്? ഏത് പ്രളയം ഫണ്ടാ? ഓമനക്കുട്ടനോ 70 രൂപയ്ക്കാ? ഏത് സഖാവിന്റെ കാര്യമാണ് പറഞ്ഞത്? ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. കേരളത്തിലെ സർക്കാരിന്റെ 1 വെള്ളി രൂപ ഏതെങ്കിലും ഒരാൾ അപകരിച്ചാൽ അതവൻ ജയിലിൽ കിടക്കും. ഇതൊന്നും ഒരു സഖാക്കളുടെ തലയിലും കെട്ടിവെക്കണ്ട. ആ ആരോപണങ്ങളും കെട്ടുകഥകളൊക്കെ അവിടെ ഇരുന്നേച്ചാൽ മതി. ഞങ്ങൾ അതിനൊന്നും തലകുനിക്കാൻ പോകുന്നില്ല. ആശുപത്രി ഇടിഞ്ഞ് രോഗികൾ മരിക്കുന്നത് അതാണോ? ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെക്കപ്പെടുന്നത്. പിന്നെ ഒരു ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അതുണ്ടാക്കിയത് 72-ലാണ്. UDF ഭരിക്കുമ്പോഴാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കളക്ടർ റിപ്പോർട്ട് എടുത്ത് വായിക്ക്. UDFന്റെ ഭരണകാലത്ത് UDF സർക്കാരിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട സാധനമാണ് ഇടിഞ്ഞു വീണത്. അതിന്റെ കെടുതി ഞങ്ങളുടെ തലയെ വെച്ച് കെട്ടിക്കോ. അവിടെയാണ് 283 കോടി രൂപയുടെ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ട് പോയത്. ശരി, തെരഞ്ഞെടുപ്പാണ്. 111 സ്കൂളാണ് ബഹുമാനപ്പെട്ട ഒറ്റവാക്ക് അഭിലാഷേ. 111 സ്കൂളുകളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ദിവസം ഉദ്ഘാടനം ചെയ്തത്. ലോക ചരിത്രത്തിൽ 111 സ്കൂളുകൾ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്ത ഒരു മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നല്ലാതെ ഒരു പേര് പറയാമോ കോൺഗ്രസിന്? എവിടെങ്കിലും? ശരി. അനിൽകുമാർ, അങ്ങേക്ക് അറിയാവുന്നതുപോലെ സർക്കാർ സംവിധാനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിച്ചതിനാണ്, ദുരുപയോഗം ചെയ്തതിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ അവരുടെ തെരഞ്ഞെടുപ്പ് അയോഗ്യയാക്കിയത്. റായ്ബറേലിയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ്. ഇതിപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് സാങ്കേതികമായി ശരിയാണെങ്കിലും ഇലക്ഷന്റെ സ്ക്വാഡ് വർക്കിനാണ് 85,000 വോളണ്ടിയർമാരെ റിക്രൂട്ട് ചെയ്ത് 20 കോടി പൊതുഖജനാവിൽ നിന്ന് മുടക്കി ബൃഹത് പ്രവർത്തനം നടത്തിയത് എന്ന് വ്യക്തമാകുമ്പോ LDFന് സ്ക്വാഡ് വർക്കൊക്കെ നടത്താൻ പൊതുഖജനാവിലെ പണം വേണോ എന്നൊരു ചോദ്യമാണ് പ്രസക്തമാവുന്നത്. ഒന്ന്, ഒരു സ്വയം സേവകരുടെ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു പോർട്ടൽ ഇവിടെ നിലവിലുണ്ട്. ആ പോർട്ടൽ എന്ന് പറയുന്നത് പലവിധ പ്രവർത്തനത്തിന് സഹായകരമാണ്. കഴിഞ്ഞ കോവിഡ് കാലത്തും പ്രളയകാലത്തും ആ പോർട്ടലുകൾ ഉപയോഗിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ പ്രളയകാലത്ത് ഒരു പത്രസമ്മേളനത്തിൽ കേരളത്തിലെ ഈ വെള്ളം കയറി കിടക്കുന്ന വീടുകളിൽ ചെളിയെല്ലാം അടിഞ്ഞു കൂടിയിരിക്കുകയാണ്, നമുക്കതെല്ലാം കൊണ്ടൊന്ന് മാറ്റിയേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മുഖ്യമന്ത്രിയോട് പത്രലേഖകർ ചോദിച്ചു, അതാരാ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുഖ്യമന്ത്രി പറയുകയാണ്, നമ്മളങ്ങോട്ട് ഇറങ്ങുകയല്ലേ. മുഖ്യമന്ത്രിയുടെ വാക്ക് വെറും വാക്കായില്ല. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ രംഗത്തേക്ക് ഇറങ്ങി 2018 പ്രളയകാലത്ത് പരിചയമില്ലാത്ത മനുഷ്യന്റെ വീടുകൾ നന്നാക്കി കൊടുക്കുകയും വൃത്തിയാക്കി കൊടുക്കുകയും കിണറുകൾ തേകി കൊടുക്കുകയും ഒരു പകർച്ചവ്യാധിയും ഇല്ലാത്ത വിധം സന്നദ്ധ പ്രവർത്തകർ ഇറങ്ങി നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം ആ പ്രവർത്തനത്തിൽ ഇടപെടുകയും ചെയ്ത് കണ്ടില്ലേ. 2019 പ്രളയം, ഇപ്പൊ വയനാട് ദുരന്തം, അല്ല കോവിഡ് കാലം. ഈ മേഖലകളിലൊക്കെ അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, CPM-കാരുണ്ട്, BJP-കാരുണ്ട്, എല്ലാ പാർട്ടിക്കാരുണ്ട്. അതും തെരഞ്ഞെടുപ്പ് പ്രചാരണവും തമ്മിൽ എന്താ ബന്ധം? അതെ, ആദ്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ അഭിലാഷേ, നമ്മുടെ കേരളത്തിന്റെ ഒരു മാതൃക ഇന്ത്യയിൽ മറ്റൊരിടത്തില്ല. ഇതിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം നല്ല നിലയ്ക്ക് അവരുടെ ചെറുപ്പക്കാരാകെ ഇതിനിറങ്ങിത്തിരിക്കുന്നു എന്നൊരു ധാരണയൊന്നും വേണ്ട കേട്ടോ. ഞാനിപ്പോ ഇവിടെ ആക്രി പറിച്ചു വിറ്റ് ഡിവൈഎഫ്ഐക്കാർ 20 കോടിയോ 22 കോടിയോ ഒക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുമ്പ് കൊടുത്തതും ഇപ്പൊ വയനാടിന് കൊടുത്തതും അതിന് കണക്കില്ലാത്തവരുടെ സന്നദ്ധ പ്രവർത്തനവും ഒക്കെ നമ്മൾ താരതമ്യം ചെയ്യാനൊന്നും ഈ സന്ദർഭത്തിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ആളുകൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു പോർട്ടൽ ആരംഭിച്ചപ്പോൾ നാട്ടിലെ ആളുകളോട് നിങ്ങൾക്ക് വീടുകളിൽ പോയി ഒരു സർവേക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് എന്താ തെറ്റ്? അതിൽ ചോദിക്കേണ്ട 3-4 ചോദ്യങ്ങളുണ്ട്. ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്നെന്തെങ്കിലും പറഞ്ഞതിൽ കേട്ടോ? LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെക്കുറിച്ച് അത് കേട്ടോ? അതിലെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് നമ്മുടെ കേരളം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു, ഇനി എന്ത് വേണം? അപ്പോൾ സ്കൂളുകൾ നന്നാക്കിയ സ്ഥലത്ത് പോയിട്ട് സ്കൂൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? റോഡുകൾ നന്നാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നന്നാക്കാൻ ബാക്കിയുണ്ടോ ചോദിക്കാൻ പറ്റുമോ? ആദ്യമായി തിരിച്ചറിയേണ്ടത് ഇത്തരമൊരു സർവേക്ക് ഒരു സർക്കാർ 10 കൊല്ലക്കാലം കഴിഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നതിന് അസാമാന്യമായ ആത്മവിശ്വാസം വേണം, ശങ്കൂറ്റം വേണം, തന്റെ ഇടം വേണം. അത് കോടതി കണ്ടതുപോലെയല്ല. 10 കൊല്ലം പൂർത്തിയാക്കിയ ഒരു മുഖ്യമന്ത്രി 9 കൊല്ലക്കാലത്തിനിടയിൽ 9 പ്രോഗ്രസ് കാർഡുകൾ അവതരിപ്പിച്ച മുഖ്യമന്ത്രി 10ാമത്തെ പ്രോഗ്രസ് കാർഡ് റെഡിയാക്കിയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ കേരളമാകുമ്പോൾ നമുക്കൊരു പഴയ ഒരു ഐതിഹ്യം ഓർമ്മയുണ്ടല്ലോ, നാരായണത്ത് പ്രാന്തന്റെ ഐതിഹ്യം. രാവിലെ തൊട്ട് നല്ലൊരു കല്ല്, വലിയ പാറക്കല്ല് ഉരുട്ടി 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 മലയുടെ മുകളിലേക്ക് കെട്ടുന്നു. വൈകുന്നേരം ആകുമ്പോൾ ആ പാറക്കല്ല് പൊട്ടി താഴേക്ക് ഇട്ടിട്ട് അത് തള്ളി താഴേക്ക് ഇട്ടിട്ട് പൊട്ടിച്ചിരിക്കുന്നു. ഇതാണ് നാരായണത്ത് പ്രാന്തനുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ളൊരു ഐതിഹ്യം.
5 വർഷക്കാലം അല്ല 10 വർഷക്കാലം ഈ കേരളത്തിലെ വികസനത്തിന്റെ ഭാഗമായി ഉരുട്ടി മുകളിലേക്ക് കയറ്റിയ കുറെ കാര്യങ്ങളുണ്ട്. അത് തട്ടി താഴേക്കിട്ടിട്ട് പൊട്ടിച്ചിരിക്കുന്നവരായി മലയാളി മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ബോധം വികസിപ്പിക്കാൻ കുറെ പേര് ശ്രമിക്കുന്നുണ്ട്. എന്താ അവരുടെ ബോധം? കേരളം രക്ഷപ്പെടുന്നില്ല, സർവകലാശാലകൾ തകർന്നു, സ്കൂൾ തകർന്നു, ആശുപത്രികൾ തകർന്നു, കേരളം പോലെ ഗതി കിട്ടാത്തൊരു സ്ഥലമില്ല. അങ്ങനെ പറയുന്ന ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമൂഹത്തിനകത്ത് 10 കൊല്ലക്കാലം പ്രവർത്തിച്ചൊരു ഗവൺമെന്റ് ജനങ്ങളിലേക്ക് പോവാണ്. എന്നിട്ട് ഗവൺമെന്റ് ജനങ്ങളോട് പറയുകയാണ്. എന്താ ഗവൺമെന്റ് ജനങ്ങളോട് പറയുന്നത്? നിങ്ങൾ ഈ സ്കൂൾ കണ്ടോ? നിങ്ങൾ ഈ ആശുപത്രി കണ്ടോ? നിങ്ങൾ ദേശീയപാതയും മലയോര പാതയും തീരദേശപാതയും ഇവിടെ ഉണ്ടാക്കുന്ന ഡിജിറ്റൽ സർവകലാശാലയും കണ്ടോ? കോട്ടയം മെഡിക്കൽ കോളേജിൽ 16 ഓപ്പറേഷൻ തിയേറ്റർ ഒറ്റ ദിവസം ഒരു കെട്ടിടത്തിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അതിൽ 2 റോബോട്ടിക് സർജറിയാണ്. നാട്ടുകാരോടൊന്നും പറയണ്ടേ? അത് പറയുന്ന രാഷ്ട്രീയമാണോ? ആ രാഷ്ട്രീയമാണോ? അതിൽ രാഷ്ട്രീയമുണ്ട്. 62 ലക്ഷം വീട്ടിൽ 2000 വെച്ച് പെൻഷൻ കൊടുക്കണോ? അത് വർദ്ധിപ്പിക്കണമെന്ന് ആളുകൾക്ക് അഭിപ്രായമുണ്ട്, പറഞ്ഞോട്ടെ. ഇതാ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ 1000 വെച്ച് കൊടുക്കുന്നുണ്ട്. മഞ്ഞക്കാട്, പിങ്ക് കാർഡ്, നിങ്ങൾക്കത് കിട്ടിയോ? കിട്ടിയില്ലേ അപേക്ഷിക്കണം. അത് പറയുന്നതിൽ എന്താ തെറ്റ്? ഇതാ സർക്കാർ കണക്ട് വർക്ക് എന്ന പേരിൽ ഈ കുട്ടികൾക്കെല്ലാം വിദ്യാഭ്യാസം കിട്ടി ജോലി കിട്ടുന്നത് വരെ കൂടെയുണ്ട്. 1000 രൂപയുമായി മാസമായി ഒരു സ്റ്റൈഫൻഡ് പോലെ കിട്ടും. കണക്ട് വർക്ക് പദ്ധതി, വിജ്ഞാന കേരളം പദ്ധതി, നിങ്ങൾക്ക് കൂടെ നിൽക്കുകയാണ് സർക്കാർ എന്ന് അവരോട് പറയുന്നതിന് എന്താ കുഴപ്പം? നിങ്ങൾ അപേക്ഷിച്ചോ? ഇതല്ലാതെ എന്തെങ്കിലും ആശയങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ? ആ ആശയങ്ങൾ ചോദിക്കാൻ കുറെ സന്നദ്ധ പ്രവർത്തകർ പോകുന്നു. ഈ 20 കോടി എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൊടുക്കുന്ന പൈസയല്ല കേട്ടോ. വണ്ടിക്കൂലി പോലും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഒരു വെള്ളി രൂപയും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. സന്നദ്ധ പ്രവർത്തകരാകുന്നവർക്ക് പോയി കാര്യങ്ങൾ ചോദിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. അതേയുള്ള കാര്യം. ശരി, അത് നിയമവിരുദ്ധമായ ഒരു കാര്യമില്ല. ഒരു സംസ്ഥാന സർക്കാർ അതിന്റെ അധികാരം ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കോടതിക്ക് ഇപ്പൊ മനസ്സിലായിട്ടില്ലെങ്കിൽ വന്ദേ ഭാരതം ജനഗണമനയുടെ മേലെ വരുന്നുണ്ടല്ലോ. ശരി, അല്ല, വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തിൽ അല്ല അഭിലാഷ ഇതൂടെന്ന് കേട്ടെ. ശരി, പറയൂ. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തിൽ വന്നപ്പോ ജനഗണമനയുടെ മേലെ അത് വരുന്നല്ലോ. ഈ പരാതി കൊടുത്ത ബിജെപിയുടെ ഏതെങ്കിലും പ്രതിനിധികള്, കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രതിനിധി മോദിക്കെതിരെ പരാതിയായിട്ട് പോവോ? ഇല്ല, പോവില്ല. ജനഗണനയുടെ മനയുടെ മേലെ വന്ദേ മാതരം കെട്ടിവെക്കാൻ വന്നാൽ ഒരു പരാതി ഉണ്ടാവില്ല. ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം തകരണം, ഈ കേരളം വികസിച്ചു എന്നാരും പറയാൻ പാടില്ല. ഞങ്ങൾ നല്ല കോൺഫിഡൻസിലാണ്. ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു വയോജന നയം വന്ന സ്റ്റേറ്റ് ഏതാണ്? കേരളമാണ്. ഇപ്പൊ കേരള സർക്കാർ പുറത്തു കൊണ്ടുവന്നു. ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടൊരു നഗരനയം കൊണ്ടുവന്നിരിക്കുന്നു കേരള സർക്കാർ. ഇതൊക്കെ ആരാ നടപ്പാക്കാൻ പോണത്? നടപ്പാക്കാൻ പോകുന്നത് തുടർ വരുന്ന LDF സർക്കാരാണ്. ഞങ്ങൾ വെച്ച ഏതെങ്കിലും ഒരു പദ്ധതിക്ക് മേലെ ഒരു വാക്ക് പറയാൻ ഈ കോൺഗ്രസിന് പറ്റുമോ? BJPക്ക് പണ്ടേ പറ്റത്തില്ല, കോൺഗ്രസിന് പറ്റുമോ? VD സതീശൻ പറയുന്നു വിസ്മയങ്ങൾ വരും, സസ്പെൻസാണ് മൊത്തം. ഞങ്ങൾ നഗരനയം വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ഈ സ്ത്രീപക്ഷ കേരളത്തിന്റെ അജണ്ട വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കേരളത്തിനകത്ത് ഡിജിറ്റൽ സർവകലാശാല, ഗ്രവീൻ, അതുപോലെ തന്നെ IT മേഖലയിലെ പുതിയ മുന്നേറ്റം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ടെക്നോ പാർക്ക് പോലും കുഞ്ഞാലിക്കുട്ടി ഉണ്ടാക്കിയെന്ന് നുണ പറയുന്നൊരു പ്രതിപക്ഷ നേതാവ് കേരളത്തിലുണ്ട്. മറിച്ച് ആരാണ് കേരളത്തിൽ ഈ ടെക്നോ പാർക്ക് ഉണ്ടാക്കിയത്? അതിന്റെ വികസനം എവിടെ വരെ നിൽക്കുന്നു? ഇതൊക്കെ നാട്ടുകാരോട് പറയാൻ ആരെങ്കിലും ഇറക്കി തിരിച്ചാൽ ഞങ്ങളുടെ കുമിള പൊട്ടും. VD സതീശന്റെ കുമിള പൊട്ടും. ആ കുമിള പൊട്ടുമെന്ന് പേടിയിട്ടാണ് കോടതിയിൽ കേസുമായിട്ട് KSUക്കാർ പോയത്. ആ കേസിലെ ഹൈക്കോടതി ഉൾപ്പെടുത്തിയ വിധി നിയമപരമായി നിലനിൽക്കുന്നതല്ല. ആ കേസിലൊരു വാചകം എഴുതിയിട്ടുണ്ട് കോടതി. ഈ പരാതിക്കാർക്ക് ലോക്കൽ സ്റ്റാൻഡ് ഉണ്ടോ? ഇല്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ലോക്കൽ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നിയമപരമായി ഉത്തരം കിട്ടട്ടെ. സർക്കാരിന്റെ അവകാശത്തിന്റെ പ്രശ്നമാണ്. BJPയുടെ പ്രകൃതി പറഞ്ഞല്ലോ, ഏതാണ്ടൊക്കെ പറഞ്ഞു. വഴിമാറിപ്പോയി. ഞാനൊരു വഴിമാറിപ്പോയില്ല. ആശ എന്നൊരു കാര്യം പറഞ്ഞ ആരാ? ഞാനാണോ അദ്ദേഹമാണോ? ഈ ആശയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്താ ആശയെന്ന് വഴിമാറിപ്പോയത്? നിങ്ങൾ 1500 രൂപ ആശാപ്രവർത്തകർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ന് ബഹുമാനപ്പെട്ട നഡ്ഡ BJPയുടെ പ്രസിഡന്റ് പറഞ്ഞു എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അത് ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ ലോകസഭ ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞു ആ കാശ് പിണറായിക്ക് വന്നിട്ടുണ്ട്, പിണറായി വിജയൻ അത് കൊടുക്കുന്നില്ല. ആ കാര്യത്തിൽ തീർപ്പുണ്ടാക്കാൻ അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ വഴിമാറിപ്പോയോ? ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങൾ അവിടെ ഇവിടെയുള്ള ഓരോ കാര്യം പെറുക്കിയെടുത്തിട്ട് ഒരു കഥയുണ്ടാക്കണ്ട. കേരളത്തിലെ സർക്കാർ ആശുപത്രി നന്നായി എന്ന് വെച്ചാൽ നന്നായി ഇല്ല എന്ന് പറയുന്നവരുടെ എണ്ണം കുറവാണ്. എന്നാൽ അവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരോ അവിടെ പ്രവർത്തിക്കുന്ന നഴ്സോ തെറ്റായി പെരുമാറിയാൽ അത് ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്ന് വെച്ച ആളുകളല്ല, അവിടെ ജോലി ചെയ്യുന്ന സർക്കാർ ജോലിക്കാരാണ്. അവരുടെ പേരിൽ അച്ചടക്കം പിടിക്കും വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം ചെയ്യും. എങ്ങനെയുണ്ട്? മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.